Hi friends, daily update ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 2-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഇന്നു മുതൽ റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് റേഷൻ സംബന്ധമായിട്ട് തന്നെയാണ്. നാളെ ഗാന്ധി ജയന്തി ആയതിനാൽ റേഷൻ കട പ്രവർത്തിക്കുകയില്ല. മറ്റന്നാൾ ഞായറാഴ്ച ആയതുകൊണ്ടും റേഷൻ കട പ്രവർത്തിക്കുകയില്ല. ഇനി ഒക്ടോബർ 4-ാം തീയതി തിങ്കളാഴ്ച മാത്രമായിരിക്കും റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിക്കുക. ഇന്ന് സംസ്ഥാനത്ത് 13,834 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 13,767 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,05,368 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 1,42,499 പേർ ചികിത്സയിലുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ ഓൺലൈൻ സേവനങ്ങൾക്കുള്ള ഏകീകൃത പോർട്ടൽ സജ്ജമായി. www.service.kerala.gov.in എന്ന പോർട്ടലിലൂടെ എല്ലാ വകുപ്പുകളുടെയും സേവനങ്ങൾക്കായി അപേക്ഷിക്കാനാകും. ഇതിന് പുറമെ കേരള സർക്കാരിൻ്റെ വെബ് പോർട്ടലായ www.kerala.gov.in നവീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4:30 പുതിയ സർക്കാർ വെബ്സൈറ്റ് തുറന്നത്. വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 25 പൈസയും ഡീസലിന് 32 പൈസയുമാണ് കൂടിയത്. തിരുവനന്തപുരത്ത് ഇന്ന് പെട്രോളിന് 104 രൂപ 13 പൈസയാണ്. ഡീസലിന് 95 രൂപ 35 പൈസ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും സപ്ലൈകോയുമായി സഹകരിച്ച് സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, പീപ്പിൾ ബസാർ എന്നിവിടങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന ചോട്ടു ഗ്യാസ് പാചകവാതക സിലിണ്ടറിൻ്റെ വിതരണം 10 ജില്ലകളിലേക്കു കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. 62 ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്തു തുടങ്ങിയതായി CMD അലി അസ്കർ പാഷ അറിയിച്ചു. എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിലാണ് 400 രൂപയ്ക്ക് 5 കിലോയുടെ സിലിണ്ടർ വിതരണം തുടങ്ങിയത്. അതേസമയം രാജ്യത്ത് വീണ്ടും ഗ്യാസ് വില വർദ്ധിച്ചു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് ഇന്ന് വില വർദ്ധിപ്പിച്ചത്. ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് തൽക്കാലം വില വർദ്ധിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ഇന്നു മുതൽ കുട്ടികൾക്ക് പുതിയൊരു വാക്സിൻ കൂടി നൽകി തുടങ്ങി. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി പുതുതായി ഉൾപ്പെടുത്തിയ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV ആണ് ഇന്നു മുതൽ നൽകി തുടങ്ങിയിട്ടുള്ളത്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. എല്ലാ ജില്ലകളിലും അടുത്ത വാക്സിനേഷൻ ദിനം മുതൽ ഈ വാക്സിൻ ലഭ്യമായി തുടങ്ങും. ന്യൂമോകോക്കൽ രോഗത്തിനെതിരെ 1.5 മാസം പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പുതിയ വാക്സിൻ നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കുഞ്ഞുങ്ങൾക്ക് മറ്റ് വാക്സിൻ നൽകുന്ന സമയത്ത് PCV നൽകിയാൽ മതി. ഈ വാക്സിൻ എടുക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി 1.5 വയസ്സാണ്. ആദ്യ ഡോസിന് ശേഷം 3.5 മാസം, 9 മാസം എന്നിങ്ങനെയാണ് വാക്സിൻ നൽകേണ്ടത്. 1 വർഷം കൊണ്ട് 4,80,000 കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. ഈ മാസത്തിന് ആവശ്യമായ 55,000 ഡോസ് വാക്സിൻ ലഭ്യമായിട്ടുണ്ട്. നിലവിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണത്തിനുള്ള പ്രധാന കാരണം ന്യൂമോകോക്കൽ ന്യൂമോണിയ ആണ്. ചുമ, കഫക്കെട്ട്, ശ്വാസമുട്ട്, ശ്വാസതടസ്സം, പനി, നെഞ്ചുവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഈ വാക്സിൻ നൽകുന്നതോടെ മരണനിരക്ക് കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഹോമിയോ പ്രതിരോധ മരുന്നായ ആർസനിക് ആൽബം 30 നൽകാൻ ഉത്തരവിടണമെന്ന പൊതുതാൽപര്യ ഹർജിയിൽ സർക്കാരിൻ്റെ വിശദീകരണം ഹൈക്കോടതി തേടി. 18 വയസ്സിന് താഴെയുള്ളവർക്ക് വാക്സിൻ നൽകി തുടങ്ങാത്ത സാഹചര്യത്തിൽ രോഗം പ്രതിരോധിക്കാൻ സാധ്യമായിട്ടുള്ള സംവിധാനം എന്ന നിലക്ക് ഹോമിയോ മരുന്ന് നൽകാൻ ആവശ്യപ്പെട്ട് അഭിഭാഷകൻ MS വിനീത് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഈ കാര്യത്തിൽ 10 ദിവസത്തിനകം സർക്കാർ വിശദീകരണം നൽകണം എന്നാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം. കേന്ദ്ര ആയുഷ് മന്ത്രാലയവും സംസ്ഥാന സർക്കാരും ഹോമിയോ പ്രതിരോധ മരുന്നിന് അംഗീകാരം നൽകിയിരുന്നു എങ്കിലും വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന നിവേദനത്തിൽ സർക്കാർ നടപടിയെടുത്തില്ലെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1 അവസാനിച്ചതും ലോക്ക്ഡൗൺ കാരണം പുതുക്കാൻ സാധിക്കാത്തതുമായ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള വാഹന രേഖകളുടെ കാലാവധി 2021 ഒക്ടോബർ 31 വരെ നീട്ടി. ലൈസൻസിന് പുറമെ രജിസ്ട്രേഷൻ, വാഹന പെർമിറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ രേഖകളുടെയും
കാലാവധി ഈ വർഷം ഒക്ടോബർ 31 വരെയായി കണക്കാക്കണമെന്ന് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി വാഹന ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.